നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. കാണുന്ന എല്ലാവർക്കും തന്നെ എല്ലാ മെസ്സേജസും ഒരുപോലെ റെസണേറ്റ് ആകണം എന്നില്ല. റെസണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണ് നിങ്ങളുടെ ബ്ലെസ്സിങ്സ്, അഡ്വൈസ് എന്താണ്, ഗൈഡൻസ് എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് സ്വയം ഒരു കോൺഫിഡൻസ് വരുന്നൊരു സമയമാണ് കേട്ടോ ഇത്. പിന്നെ നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നൊരു ചിന്ത ഇന്നേ ദിവസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. വന്നിട്ടുണ്ട്. ഗീസർ വന്നിട്ടുണ്ട്. ഡ്രോൺ വന്നിട്ടുണ്ട്. ഹെർമിറ്റ്. സണ്ണാണ് ബോട്ടം വന്നിട്ടുള്ളത്. നമുക്ക് ഇതിന്ന് കുറച്ച് കാർഡുകൾ കൂടി നോക്കിയിട്ട് ഇതിൽ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ലേഡി ആണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ഫെമിനൈൻ എനർജി ഒന്ന് ബാലൻസ് ആയി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റുള്ളവരെ ഒരുപാട് സ്നേഹിക്കാനും സന്തോഷിപ്പിക്കാനും ഒക്കെ കഴിയുന്നൊരു സമയമാണ്. മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യുന്നൊരു സമയമാണ്. ഒരു നർച്ചറിങ് അങ്ങനത്തെ ഒരു എനർജി നിങ്ങളിൽ നിന്ന് കൂടുതലായിട്ട് നിൽക്കുമെന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ ക്ഷമയോടെ പാസ്റ്റിൽ ചെയ്ത എന്തൊക്കെയോ കാര്യങ്ങൾ അതിനുള്ള ഫലം കിട്ടുന്നു എന്നാണ് അപ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷമായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ത്യാഗം സഹിച്ചൊരു കാര്യമായിരിക്കാം. ആ ഒരു കാര്യത്തിന് ഇന്നേ ദിവസം അത് ഫ്രൂട്ട്ഫുൾ ആകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഫ്രൂട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നു എന്നാണ് ആദ്യം തന്നെ നമുക്ക് കിട്ടിയത്. രണ്ടാമത് വൈറ്റ് വിച്ച് ആണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു വൈറ്റ് വിച്ച് എന്ന് പറയുമ്പം നമ്മളൊരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. വളരെ ഒരു വിച്ച് എന്ന് പറയുമ്പോൾ എനിക്കതിൻ്റെ മലയാളം കൃത്യമായിട്ട് കിട്ടുന്നില്ല. അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വാക്കാണ് കേട്ടോ. വിച്ച് എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ളൊരു അല്ല, പോസിറ്റീവായിട്ടുള്ള നിങ്ങൾക്കുള്ള ഒരു എനർജി, ഒരു ലൈറ്റ് എനർജി ഉള്ള ആൾക്കാരാണ് നിങ്ങൾ കൂടുതലും എന്നാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പവർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചാലും പെട്ടെന്ന് ഫലം കിട്ടും. മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ പറ്റും. നമുക്കൊരു വിച്ചി എനർജി എന്ന് പറയുമ്പം ശരിക്കും മറ്റുള്ളവർക്ക് പല കാര്യങ്ങളും പറഞ്ഞു, ഈ ടാരോ റീഡ് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ അസ്ട്രോളജി കൈകാര്യം ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഹീലിംഗ് ടെക്നിക്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത് പോലെ അങ്ങനത്തെ ഒരു എനർജി ഉള്ള ആൾക്കാരാണ് നിങ്ങൾ. പെട്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതീന്ദ്രിയമായ ജ്ഞാനം ഉണ്ടായിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ അത് നിങ്ങൾക്കുള്ള ആ ഒരു എനർജിയെ, ആ ഒരു കഴിവിനെ, നിങ്ങൾക്ക് ദൈവമായിട്ട് തന്നിട്ടുള്ള ഒരു കഴിവാണ്. ആ ഒരു കഴിവിനെ വളരെ പോസിറ്റീവായിട്ട് തന്നെ ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഈ അവൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു ആൻസസ്റ്റേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് നല്ലവണ്ണം ഉണ്ട്. നിങ്ങൾ കഴിഞ്ഞ ജന്മങ്ങളിലും ഇങ്ങനെയുള്ള ഒരു വിച്ച് ക്രാഫ്റ്റ് ഒക്കെ നിങ്ങൾ ഉപയോഗിച്ചിരുന്ന ആൾക്കാരായിരിക്കും. ഒരു ഏഞ്ചൽസ് പോലെയുള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ. മറ്റുള്ള ആൾക്കാരെ ഒരുപാട്
ശരിക്കും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, അവർക്ക് ഗൈഡൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കഴിവ് ഈ ജന്മത്തിലും കിട്ടിയിട്ടുണ്ടെന്നാണ് കാണുന്നത്. അപ്പം അങ്ങനെ ആ ഒരു കഴിവ് വളരെ നല്ല രീതിയിൽ മാത്രം ഉപയോഗിക്കുക. അപ്പം നിങ്ങൾക്കൊരു കഴിവുണ്ട്, അത് നമുക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അത് പോസിറ്റീവാകും. സെയിം ടൈം നിങ്ങൾക്ക് തന്നെ ഇത് നെഗറ്റീവായിട്ട് യൂസ് ചെയ്യാനും പറ്റും നിങ്ങളുടെ ഈ ഒരു കഴിവിനെ. അത്രയും വലിയ കഴിവുള്ള ആൾക്കാരാണ്. അത് സ്വയം മനസ്സിലാക്കുമായിരിക്കും, നിങ്ങൾക്ക് അത് അറിയാമായിരിക്കാം. നിങ്ങളുടെ വാക്കുകൾക്ക് വളരെയധികം ശക്തിയുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. നിങ്ങളുടെ ലൈഫിൽ ഉപയോഗിക്കരുത്, നിങ്ങൾ മറ്റുള്ളവരുടെ ലൈഫിൽ ഉപയോഗിക്കരുത്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും അത് ഉപയോഗിക്കരുത്. കാരണം നിങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും പറഞ്ഞാൽ അതുപോലെ ഫലിക്കും എന്നാണ്. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യമായിരിക്കും. മറ്റുള്ളവർക്ക് എന്തെങ്കിലും നിങ്ങൾ ദേഷ്യം വന്നിട്ടായാലും മറ്റുള്ളവർക്ക് എന്തെങ്കിലും പറഞ്ഞാൽ അത് ഫലിക്കുമായിരിക്കാം. പിന്നെ നിങ്ങൾ ഇങ്ങനെ സങ്കടം വന്ന് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അതും, അല്ലെങ്കിൽ പറഞ്ഞില്ലെങ്കിൽ പോലും ഉള്ളിൽ ഒരുപാട് സങ്കടം വന്ന് മനസ്സിൽ നെഗറ്റീവായിട്ട് എന്തെങ്കിലും വിചാരിച്ചാൽ അതുപോലെ സംഭവിക്കുന്ന തരത്തിലുള്ള ആൾക്കാരാണ്. അത്രയും അങ്ങനത്തെ ഒരു എനർജി നിങ്ങൾക്കുണ്ട്. എപ്പോഴും അത് പോസിറ്റീവായിട്ട് തന്നെ ഉപയോഗിക്കുക. ബി ദ ലൈറ്റ് എന്നാണ് കാണുന്നത്. അപ്പം അത് ആ അത് ഒരു വെളിച്ചം തന്നെ ആകാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഒരിക്കലും അതൊരു നിങ്ങളുടെ ആ ഒരു നെഗറ്റീവിലോട്ട് പോകരുത്. നിങ്ങളുടെ നെഗറ്റീവ് എന്നല്ല, നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും പോസിറ്റീവ് നെഗറ്റീവും ഉണ്ട്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഉള്ള ഒരു കഴിവ് അത് വളരെ പോസിറ്റീവായിട്ട് മാത്രം ഉപയോഗിക്കുക. ഒരു കാരണവശാലും ചിലപ്പോൾ സാഹചര്യത്തിൻ്റെ ഒരു ഇതുകൊണ്ട് മറ്റുള്ളവരെ പ്രാഗോ അങ്ങനെ ഒന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് അതുപോലെ സ്റ്റാർ ഗേസർ ആണ്. ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു എത്തിച്ചേർക്കാനുള്ള കഴിവുള്ള ആൾക്കാരാണ് നിങ്ങൾ. അപ്പം നിങ്ങളുടെ ബുദ്ധി ആ ഒരു തരത്തിൽ സെൽഫായിട്ട് നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ട് വളരെ നല്ല രീതിയിലുള്ള ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറയുന്നുണ്ട്. പിന്നെ ഡ്രമ്മാണ്, ഡ്രീം ആൻഡ് ജേണി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ സ്വപ്നം കാണുക എന്നാണ്. നിങ്ങൾ നല്ല സ്വപ്നങ്ങൾ കാണുക. നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്ത് നെഗറ്റീവ് ചിന്തിക്കുന്നുണ്ടോ ആ കാര്യങ്ങൾ നെഗറ്റീവായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ശരിക്കും അത് തന്നെ വരും. ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഇപ്പം അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറ്റിക്കളയുക. പൂർണ്ണമായും പോസിറ്റീവായിട്ടിരിക്കാൻ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. ശരിക്കും മാനിഫെസ്റ്റേഷൻസ് ഒക്കെ നിങ്ങൾ നെഗറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന എന്ത് കാര്യം ചിലപ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അത് നിങ്ങൾക്ക് മാനിഫെസ്റ്റായി വരും എന്നാണ് കാണുന്നത്. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും ഈ സമയങ്ങളിൽ. അങ്ങനെയും കാണുന്നുണ്ട് കേട്ടോ. ഹെർമിറ്റാണ്. നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ സോൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ സോൾ പർപ്പസ് കണ്ടുപിടിക്കുക. ഈ ഒരു മെസ്സേജ് കാണുന്ന ആൾക്കാർ ഒരുപാട് ഡിവൈനുമായിട്ട് ഒരുപാട് അടുപ്പമുള്ള ആൾക്കാരാണ്. സ്പിരിച്വലി ഒരു ഹയർ ലെവൽ സോളുകളാണ് ഈ കാണുന്ന എല്ലാ ആൾക്കാരും. കാരണം ഇതിൽ വൈറ്റ് വിച്ചും വന്നിട്ടുണ്ട്, ഹെർമിറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഫെമിനിൻ മസ്കുലിൻ എനർജി ശരിക്കും ബാലൻസ്ഡ് ആയ ആൾക്കാരാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ഫെമിനൈൻ മസ്കുലിനും ബാലൻസ്ഡ് ആയിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്കൊരു ചില ആൾക്കാർക്ക് ഇതിലൊരു സോൾ പാർട്ട്ണർ ഉണ്ടായിരിക്കും. ആ ഒരു സോൾ പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങളുടെ ഈ സമയത്തുള്ള പ്രാർത്ഥനകൾ വളരെയധികം കൂട്ടണം എന്നാണ്. ആ ഒരു എനർജി, ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് വളരെയധികം കിട്ടുന്നൊരു സമയമാണ്. അപ്പോൾ ഈ സമയം മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ആദ്യം ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക. നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ആ ഒരു ലൈറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്തുക. കാരണം
ഫ്യൂച്ചറിൽ ഇത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ, അത്രയും കഴിവുള്ള ആൾക്കാരാണ് ഈ ഒരു റീഡിങ് കാണുന്നത്. നമുക്ക് നോക്കാം ഇതിനകത്ത് ഇനി എന്താണ് കിട്ടുന്നതെന്ന്. 4 ഓഫ് കപ്സിന്റെ എനർജിയാണ്. കുറച്ച് ആൾക്കാർ വളരെയധികം ഒരു നഷ്ടബോധത്തിലും നിരാശയിലും ഒക്കെ ഇരിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു നിരാശയൊക്കെ മാറ്റി വെക്കാൻ പറയുന്നുണ്ട്. ആവശ്യമില്ലാത്ത കാര്യത്തിന് നിരാശപ്പെടരുത്. നഷ്ടപ്പെട്ടു പോയതിനേക്കാളും വളരെ വലിയ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ആൾറെഡി ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ബോധേഡാകുക, അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. 3 ഓഫ് സോഴ്സിന്റെ എനർജിയാണ്. നിങ്ങൾ പാസ്റ്റിൽ ഉള്ള ആ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, ഫോക്കസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ പാസ്റ്റിലുള്ള കുറച്ച് കാർമിക് ടൈ അല്ലെങ്കിൽ കാർമിക് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വന്ന് കുറേയധികം പ്രശ്നങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം. കുറേ നെഗറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം. ലൈഫിൽ ബ്ലോക്ക് ഉണ്ടാക്കിയെന്നും കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇപ്പോഴും ആ ഒരു കാര്യത്തിൽ ടൈ ആണെന്നുള്ളതാണ്. അതിൽ കുറേ ആൾക്കാരുമായിട്ടായിരിക്കും കേട്ടോ ഇത്. നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള കുറച്ച് ആൾക്കാരുമായിട്ട് ഇപ്പോഴും നിങ്ങൾ ഒരു കെട്ടുപാടിലാണ് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അത് മാക്സിമം നിങ്ങൾ റിലീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. ഈവൻ ഈ ഒരു കാർമിക് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ അവരോട് പൂർണ്ണമായും ഫോർഗീവ് ചെയ്ത് കൊടുക്കുക. അവരെ ശരിക്കും ബ്ലെസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ആ ഒരു കാർമിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നതായിരിക്കാം. ഹീൽ ചെയ്യുക, അതിനെ ഹീൽ ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ഒരു കാര്യവും ഇപ്പം നമ്മളുടെ കൂടെയുള്ള ആൾക്കാർ ആരെന്ത് ചെയ്താലും അത് വലിയൊരു വ്രണമായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ വയ്ക്കരുത്. അത് പിന്നീട് നിങ്ങൾക്ക് വളരെയധികം ദോഷം ചെയ്യും എന്നുള്ളതാണ്. അപ്പം മാക്സിമം ഇപ്പോൾ ഉണ്ടായ എല്ലാ മുറിവുകളും ഉണക്കാൻ ശ്രമിക്കുക. കണ്ടില്ലേ, ഇത് ഡെവിൾ കാർഡാണ് വന്നിട്ടുള്ളത്. ഇതിലൊരു 7 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു കാർമിക് ആയിട്ടുള്ള ഒരു കെട്ടുപാട് നിങ്ങൾക്ക് കൊണ്ടുവന്ന് കാണുന്നുണ്ട്. ചില ആൾക്കാർ ഒരു എന്തെങ്കിലും തരത്തിൽ അഡിക്ഷനുള്ള ആൾക്കാർ ഇതിനകത്തുണ്ട് എന്നാണ് കാണുന്നത്. ഇത് ഒരു റിലേഷൻഷിപ്പിൽ അഡിക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും മദ്യപാനമോ സിഗരറ്റ് വലിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ഹാനികരമായ എന്തെങ്കിലും ഡ്രഗ്സോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ അഡിക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ അത് ഈ സമയം തന്നെ അത് മാറ്റണം എന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾ അങ്ങനെ പോകേണ്ട ആൾക്കാരല്ല. ചില ആൾക്കാർ ഇതിലൊരു എന്തൊക്കെയോ അഡിക്ഷനുള്ള ആൾക്കാർ, ചിലപ്പോൾ മൊബൈൽ അഡിക്ഷൻ ആയിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികളോടുള്ളൊരു ഫിസിക്കൽ അഡിക്ഷൻ ആയിരിക്കാം, ഫിസിക്കൽ അട്രാക്ഷൻ അത് അഡിക്ഷനായി മാറിയിട്ടുണ്ടായിരിക്കാം. അത് നിങ്ങളുടെ പ്രോഗ്രസ്സിനെ ഒരുപാട് തടയിടുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ നമുക്ക് ആവശ്യമില്ലാത്ത, നമുക്ക് ഫേവർ അല്ലാത്ത ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ പെട്ടുപോയാൽ, അതൊരു ഫിസിക്കൽ അട്രാക്ഷൻ കൂടുതൽ ഉണ്ടായിപ്പോയാൽ നമ്മളുടെ ചിന്ത എപ്പോഴും, നമ്മുടെ ഫോക്കസ് എപ്പോഴും അതിലായിരിക്കും. അതിലായി കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബാക്കി ഒരു കാര്യത്തിലും പ്രോഗ്രസ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പിരിച്വൽ ഉള്ള ഒരു ബ്ലോക്കുമാണത്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഈ ഒരു നെഗറ്റിവിറ്റി നിങ്ങളുടെ ഒരു ജീവിതത്തിൽ നിന്ന് മാറ്റുന്നത് നല്ലതായിരിക്കും. ആൾറെഡി നിങ്ങൾക്ക് ദൈവമായിട്ടൊരു പ്രൊട്ടക്ഷൻ തരുന്നിട്ടുണ്ട്. ആ പ്രൊട്ടക്ഷൻ സ്വീകരിക്കുക, അക്സെപ്റ്റ് ചെയ്യുക. ഇത് കണ്ടല്ലോ, 5 ഓഫ് പെന്റക്കിൾസ് ആണ്. അപ്പോൾ ഇത്രയും കഴിവുകളുള്ള ആൾക്കാരാണ് എപ്പോഴും ഈ നഷ്ടബോധത്തിലിരിക്കുന്നത്. അതും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് ഇതിനകത്ത് തന്നെ കണ്ടു കഴിഞ്ഞു. നിങ്ങളെ ഹീൽ ചെയ്യാൻ പറ്റും, മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ആൾക്കാരാണ്. പക്ഷെ നിങ്ങളുടെ ഒരു എനർജി ഇപ്പോൾ നെഗറ്റീവ് ആണെന്നാണ് കാണുന്നത്. അതൊന്ന് മാറ്റാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. ഫോക്സ് ആണ്. ബിസിനസ്സിൽ കുറച്ച് ഡള്ളായിരിക്കുന്ന ആയിട്ട് നിങ്ങൾക്ക് തോന്നും ഈ സമയങ്ങളിൽ. പക്ഷേ അത് നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു നെഗറ്റിവിറ്റി ഉള്ളത് കൊണ്ടാണ് ചിലപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ഇന്ന ദിവസം എന്തോ ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നത്. അത് നന്നായിട്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനകളിലൂടെ അത് പൂർണ്ണമായി മാറ്റാൻ പറ്റും എന്നാണ് കാണുന്നത്. ഡാർക്ക് മാൻ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇന്നേ ദിവസം ഒരു
ഡാർക്ക് ഷെയ്ഡുള്ള ഒരു പുരുഷനുമായിട്ട് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് കാണുന്നത്. അത് നിങ്ങളുടെ ലൈഫിൽ അതെന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരുമോ. ഒരു ഡോഗ് ഫാറവേ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഒരു ഡിസ്റ്റന്റ് ഫ്രണ്ട് നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ ലവറായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്തായിരിക്കാം. നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്കും ആ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ വരുന്നുണ്ടായിരിക്കാം ഈ സമയം. ടേബിളാണ്. ഹാർഡ് വർക്കൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കുറേയധികം ചിലപ്പോൾ കുറേ കാലം കൊണ്ട് റെസ്റ്റ് ഇല്ലാതെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ അതൊക്കെ മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ സമയം ഒരു റിലാക്സ് ചെയ്യേണ്ട ഒരു സമയമാണ്. അപ്പോൾ റിലാക്സ് ചെയ്യുക. വെയിലാണ്. നിങ്ങൾ ഒന്നുമില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് വിഷമിക്കുന്നു ഈ സമയം എന്നാണ് കാണുന്നത് കേട്ടോ. അതാണ് ഈ ഡബിളും ഒരു 4 of Cups 3 of Swords ഒക്കെ വന്നിട്ടുണ്ട് ഇതിനകത്ത്. ഇത് ഇങ്ങനത്തെ കാർഡുകൾ തന്നെയാണ് എല്ലാം വന്നിട്ടുള്ളത്. ഇതിലെ 4 of Cups ഭയങ്കര ഒരു നിരാശയിലാണ്. 3 of Swords ഭയങ്കര ഹാർട്ട് ബ്രേക്കാണ്. ഡബിൾ കാർഡ് അതൊരു നെഗറ്റീവും ഒരു അഡിക്ഷനുമാണ്. പക്ഷെ ഇതിൻ്റെ ഒരു ഗ്രേറ്റ് വറി ഓവർ നത്തിങ് ആണ്. അപ്പം നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. നഷ്ടബോധത്തിലിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ് നിങ്ങളിൽ നിന്ന് പോയത്. അപ്പോൾ അത് മനസ്സിലാക്കുക. നിങ്ങൾ ഇപ്പോഴും അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നുണ്ട്. ഇതിനേക്കാളും നല്ലൊരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നുണ്ട്. അത് അട്രാക്ട് ചെയ്തെടുക്കുക. അല്ലാതെ കഴിഞ്ഞ ജന്മത്തിലെ കർമ്മഫലമായിട്ട് വന്ന് നമ്മുടെ കൂടെ കൂടുന്ന കുറേയധികം നെഗറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് പുറത്ത് ആകാൻ ശ്രമിക്കുക. നിങ്ങളിപ്പം ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഇപ്പം ഈ വിഷമിക്കുന്ന ഒരു കാര്യം പിന്നീട് ഒന്നുമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയം ഉണ്ടാവും. എന്തിനാണ് ഞാൻ അത്രയധികം ടെൻഷൻ അടിച്ചത്, വേദനിച്ചത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയം ഉണ്ടാവും. അതാദ്യം മനസ്സിലാക്കുക. നെഗറ്റിവിറ്റിയെ പൂർണ്ണമായും നിങ്ങൾ ഒന്ന് പുറത്ത് കളയുന്നത് നല്ലതായിരിക്കും. നന്നായിട്ട് പ്രാർത്ഥിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, ജപങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ചെയ്യുക. ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരായാലും അവനവൻ്റെ പ്രാർത്ഥനകൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കുക. മസ്റ്റായിട്ടും എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് തന്നെ ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഇതാണ് ഇന്നത്തെ മെസ്സേജ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷനെങ്കിൽ ദയവായിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും സുഖവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.